കായിക കേരളം വലിയൊരു തകർച്ചയെ അഭിമുഖീകരിക്കുകയാണോ എന്നുള്ളതാണ് ഉയരുന്ന സംശയങ്ങൾ. കണക്കുകൾ പറയുന്നത് അതേ എന്നു തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാന ബജറ്റുകൾ പരിശോധിച്ചാൽ കായിക മേഖലയ്ക്കായി കോടികളുടെ പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത്. പ്ലാൻ ഫണ്ടിൽ മാത്രം 50% വർധനവാണ് അവകാശപ്പെടുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ദേശീയ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളം ആദ്യ 10 സ്ഥാനങ്ങളിൽ നിന്ന് പോലും പുറത്തായി 14ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയും നാം കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടു. ഒഡീഷയും ഹരിയാനയും പോലുള്ള സംസ്ഥാനങ്ങൾ കുതിച്ചു കയറുമ്പോൾ കേരളം എന്തുകൊണ്ട് ഇത്ര കനത്ത തിരിച്ചടി നേരിടുന്നു? അന്വേഷിക്കുകയാണ് മാർലിബ വർഗീസ് പോളിന്റെ ഈ റിപ്പോർട്ടിലൂടെ. ഇന്ത്യൻ കായിക രംഗത്തെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കേരളം ഇന്ന് ട്രാക്കിലും ഫീൽഡിലും ഒരുപോലെ കിതയ്ക്കുകയാണ്. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ കേരളം കായിക രംഗത്തെ പ്ലാൻ ഫണ്ട് ഗണ്യമായി ഉയർത്തിയിട്ടുണ്ട്. പുതിയ 2026-27 ബജറ്റിൽ പോലും മുൻ വർഷത്തേക്കാൾ 51.9% വർധനവോടെ 220.86 കോടി രൂപയാണ് പ്ലാൻ വിഹിതമായി മാറ്റിവെച്ചത്. ഇതിനു പുറമെ കിഫ്ബി വഴി ഏകദേശം 921 കോടിയോളം രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വകയിരുത്തിയതായും സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് കൺകെട്ട് വിദ്യ. പ്രഖ്യാപിക്കുന്ന തുകയുടെ വലിയൊരു പങ്കും വലിയ കെട്ടിടങ്ങളും സ്റ്റേഡിയങ്ങളും പണിയാൻ കരാറുകാർക്ക് മാത്രമാണ് ഉപകാരപ്പെടുന്നത്. കായിക താരങ്ങൾക്ക് ഇതിൽ നിന്ന് അവരുടെ ദൈനംദിന പരിശീലനങ്ങൾക്കോ ഇന്റർനാഷണൽ ലെവൽ കോച്ചിങ്ങിനോ പണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. ഹരിയാന, മഹാരാഷ്ട്ര, ഒഡീഷ താരങ്ങൾ മെഡൽ വാരുമ്പോൾ നിരാശയോടെ നിൽക്കുന്ന കേരള അത്ലറ്റുകൾ. എന്തുകൊണ്ടാണ് ഇതെന്ന് കോച്ച് പറയും. അതർ സ്റ്റേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പരിതാപകരം തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ പറയുന്ന കണക്ക് ഒരു ഹൈ പെർഫോമൻസ് സെന്റർ തമിഴ്നാട്ടിൽ വന്നു. അപ്പോൾ അവർക്ക് നമ്മളെ തമിഴ്നാട് പോലുള്ളൊരു ഗവൺമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കേരളത്തിന് ചെയ്യാൻ പറ്റത്തില്ല? അതും നമ്മൾ അത്രയ്ക്കും നമുക്ക് കായികപരമായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരു സ്റ്റേറ്റ്. നമുക്കും അറിയാം എത്രത്തോളം മേലെയായിരുന്നു നമ്മളൊന്ന്. അതുപോലെ തന്നെ നമ്മൾ അത്രത്തോളം താഴെയും പോയിട്ടുണ്ട്. ഇപ്പോൾ ദേശീയ ഗെയിംസിന് മാത്രമല്ല എല്ലാ നാഷണൽ ചാമ്പ്യൻഷിപ്പിനും കേരളത്തിന്റെ പ്രാതിനിധ്യവും കേരളത്തിന്റെ മെഡൽ എണ്ണവും വളരെയധികം ചുരുങ്ങിപ്പോകുന്നു. ഇന്ന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. ഈ പണക്കൊഴുപ്പിന്റെ പൊള്ളത്തരം വ്യക്തമാകാൻ നാഷണൽ ഗെയിംസിലെ പ്രകടനം മാത്രം പരിശോധിച്ചാൽ മതി. ഒരു കാലത്ത് ആദ്യ 3 സ്ഥാനങ്ങളിൽ അപ്രമാദിത്വം പുലർത്തിയിരുന്ന കേരളം ദേശീയ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആദ്യ 10 സ്ഥാനങ്ങളിൽ നിന്ന് പോലും പുറത്തായി 14ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. മണിപ്പൂരും ഒഡീഷയും ഉത്തർപ്രദേശും പോലും കേരളത്തെ മറികടന്നു. ഇതിന് കാരണം മറ്റൊന്നുമല്ല. ഹരിയാനയും ഒഡീഷയും ബജറ്റ് പണം മുഴുവൻ താരങ്ങളുടെ ക്ഷേമത്തിനും സ്പോർട്സ് സയൻസിനും നേരിട്ടുള്ള പ്രോത്സാഹനങ്ങൾക്കും ഉപയോഗിച്ചപ്പോൾ കേരളം പണം ചിലവഴിച്ചത് ഭരണപരമായ കെടുകാര്യസ്ഥതയിലാണ്. ഈ ബജറ്റ് വിഹിതത്തിൽ മാറ്റിവെക്കുന്ന കോടികളൊക്കെ എവിടെ പോകുന്നു എന്നുള്ളത് നമ്മുടെയും കൂടെ ചോദ്യം തന്നെയാണ്. താഴേക്കിടയിലുള്ള കായിക താരങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. ഗവൺമെന്റ് ഡയറക്റ്റ് ഇതിലേക്ക് ഇൻവോൾവ് ആവണമെന്നാണ് പറയുന്നത്. നമ്മൾ ഓരോ ബജറ്റിനകത്തും ഇത്ര ഫണ്ടുകൾ മാറ്റി വെക്കുന്നു എന്ന് കാണുന്നുണ്ട്, പക്ഷെ ഇതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, പ്രോപ്പർ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. കായിക താരങ്ങൾക്ക് നൽകേണ്ട മെസ് അലവൻസുകളും ഫുഡ് അലവൻസുകളും മാസങ്ങളോളം കുടിശ്ശികയാകുന്നത് കേരളത്തിൽ പതിവ് വാർത്തയാണ്. മെസ്സിലെ പണം നൽകാത്തതുകൊണ്ട് വോളിബോൾ, അത്ലറ്റിക് താരങ്ങൾക്ക് ഹോസ്റ്റൽ അധികൃതർ കടം വാങ്ങി ഭക്ഷണം നൽകേണ്ടി വരുന്ന ദുരവസ്ഥ വരെയുണ്ടായി. ഇപ്പോൾ മെസ്സിയെ കൊണ്ടുവരാനായിട്ട് ഇവിടെ ചെലവാക്കിയ കോടികൾ നമ്മുടെ ഇവിടുത്തെ കായിക താരങ്ങൾക്കായിട്ട് അത് മുഴുവനായിട്ട് ഉപയോഗിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു വിഹിതം ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും നമ്മളെ സ്പോർട്സിന് അത്രയും ഡെവലപ്മെന്റിലേക്ക് അത് സപ്പോർട്ടായേനായിരുന്നു. കാര്യം അവർ പട്ടിണി അടക്കുമ്പോഴാണ് ഇത്രയും പൈസ അവിടെ കാര്യമായിട്ട് മെസ്സി വന്നെന്നും പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ആദ്യം നമുക്കിവിടെ നമ്മുടെ കായിക താരങ്ങൾ കിട്ടാതെ മെസ്സിനെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? അർജന്റീനൻ താരം മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ കോടികൾ എറിയാൻ തയ്യാറാകുന്ന സർക്കാർ സ്വന്തം നാട്ടിലെ അത്ലറ്റുകൾക്ക് കൃത്യമായി ഭക്ഷണം നൽകാൻ പണമില്ലെന്ന് പറയുന്നത് കായിക കേരളത്തോടുള്ള ക്രൂരതയാണ്. 2015 നാഷണൽ ഗെയിംസിനായി നിർമ്മിച്ച കോടികളുടെ സ്റ്റേഡിയങ്ങൾ ഇന്ന് പലതും കൃത്യമായ അറ്റകുറ്റപ്പണികളില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. സ്കൂളുകളിലും കോളേജുകളിലും ആവശ്യത്തിന് കായിക അധ്യാപകരോ യോഗ്യരായ കോച്ചുകളോ ഇല്ല. കോച്ചിങ്ങിന് നല്ല കോച്ച് ഉണ്ടാവണം, പിന്നെ ടാലന്റ് ഐഡന്റിഫിക്കേഷൻ വേണം, കഴിവുള്ള താരങ്ങളെ കണ്ടെത്തണം. പഴയ സർക്കാർ നമുക്ക് 5 കോടി രൂപ തന്നു,
അത് അവരുടെ ബഡ്ജറ്റിൻ്റെ ഇതനുസരിച്ച് അവർ തന്നു. പക്ഷേ 5 കോടി രൂപ കൊണ്ട് നമുക്ക് നടത്താൻ പറ്റില്ല. അത് നമ്മൾ ഗവൺമെൻറ് ധരിച്ചിട്ടുണ്ട്. പുതിയ സർക്കാരിൽ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷയുണ്ട്. കായിക താരങ്ങൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. കായിക മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് വിഹിതം വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കയ്യടി നേടാൻ സർക്കാരിന് എളുപ്പമാണ്. പക്ഷേ ഈ ഫണ്ടുകൾ താഴേക്കിടയിലെ കായിക താരങ്ങളിലേക്ക് എത്തുന്നില്ലെങ്കിൽ, സ്പോർട്സ് ഹോസ്റ്റലിലടക്കം പട്ടിണിയിലാണെങ്കിൽ ഈ പ്രഖ്യാപനങ്ങൾ ജലരേഖകളാണ്. അയൽ സംസ്ഥാനത്തിലെ കായിക താരങ്ങളെ അവർ പൊന്നുപോലെ നോക്കുമ്പോൾ ഇവിടെയുള്ള പ്രതിഭകളെ അവഗണിക്കുന്ന നയം മാറ്റിയില്ലെങ്കിൽ കായിക ഭൂപടത്തിൽ കേരളം വെറും ഓർമ്മയായി മാറും. സജാദ് പാലോടിനും ആദിത്യനുമൊപ്പം മാർലിവ വർഗീസ് പോൾ, ബിഗ് TV ജേർണലിസ്റ്റ്.